ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഹിന്ദി ഹാഫ് ഇയർലി മോഡൽ എക്സാം ആണ്. വരാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാം, ക്രിസ്മസ് എക്സാം, സെക്കൻഡ് ടേം എക്സാം അല്ലേ. അപ്പോൾ ആ സെക്കൻഡ് ടേം എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പഠിക്കേണ്ടതെന്നും പഠിച്ച് തീരാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാനും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിക്കും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ ആണ്, ഹിന്ദി ക്ലാസ് 7. ഓക്കെ, ഗതിവിധി ഫസ്റ്റ് ആണ് പറയുന്നത്. സൂചന गंड पड़े प्रश्नों के उत्तर लिखे. गर्मी के मौसम में एक भूखे शेर गुफा से निकला. रास्ते में एक खरगोश को देखा और उसने तुरंत खरगोश को पकड़ा. उसने सोचा इससे मेरा पेट नहीं भरेगा. और एक क्वेश्चन आना, कौन सा मौसम था. അടുത്ത ക്വസ്റ്റ്യൻ, शेर को क्या लग रहा था. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, शेर कहाँ से निकला. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് ഓപ്ഷൻസ് നോക്കുക, ആൻസർ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ എടുത്ത് എഴുതി വെക്കുക കേട്ടോ. എല്ലാത്തിനും ആൻസർ എഴുതാൻ ശ്രമിക്കുക. അടുത്തത് ഗതിവിധി 2 ആണ്. बया हमारी चिड़िया रानी कविता की पंक्तियां पढ़े और प्रश्नों के उत्तर लिखे. ആ ബയാ ഹമാരി ചിടിയ റാണിയിലെ ലൈൻസ് വായിക്കാം. ബയാ ഹമാരി ചിടിയ റാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി, ഊഞ്ചി ഡാലോം പർ ലട്കാത്തി, ഗേത്തോം സെ ഫിർ ദാന ലേത്തി, നദിയോം സെ ബർ ലാത്തി പാനി. അതിൽ എ ക്വസ്റ്റ്യൻ ക എന്ന് പറയുന്ന എ ക്വസ്റ്റ്യൻ ആണ്. പക്ഷി കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദ് കോൻസാ ഹെ. ഓപ്ഷൻസ് 4 ഉണ്ട്, നോക്കുക, ആൻസർ എഴുതുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. തന്നിരിക്കുന്നതിൽ നിന്ന് 2 ശരിയായ പ്രസ്താവന എടുത്തെഴുതുക. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. അതിലെ ചിടിയ റാണി ഗേത്തോം സെ ദാന और നദിയോം സെ പാനി ലാത്തി ഹെ. ഈ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖെ. ഈ ആശയം വരുന്ന ലൈൻസ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അടുത്തത് ആക്ടിവിറ്റി 3 ഗതിവിധി 3 വരുന്നത് സൂചന തന്നിട്ടുണ്ട്. നാവ് പലട്കർ സബ് പാനി മേ ഗിർ ഗയെ. ക്യോ മാ. हाँ माँ, पत्ते की नाव में मेढक, लाल काले कीड़े, केंचुए और चींडे को बिठाकर गेले में और गुड्डू बरसती नाले में गेल रहे थे. അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. വാർത്താലാപം കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അമ്മായും ഗുഡലിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പം നിങ്ങൾ കറക്റ്റായത് എടുത്ത് എഴുതിയാൽ മാത്രം മതിയായിരിക്കും, ആൻസർ കിട്ടിക്കോളും കേട്ടോ. അടുത്തത് ഗുഡ്ഡു और गुडली पत्ते की नाव बनाए. नाव की विशेषता बनाने वाले शब्द लिखे. നാവിന് വിശേഷിപ്പിക്കുന്ന സൗണ്ട് ഏതാണോ ശബ്ദം എടുത്ത് എഴുതാനാണ്. അടുത്തത് ഗതിവിധി 4 സൂചന ഗണ്ട് പടി ഉത്തർ ലിഖെ. निमी का कल बर्थडे था. आज सुबह से वो तोहफों को गोल गोल कर देखने में लगी है. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. क्वेश्चन इधान, विनोद अंकल ने निम्मी को क्या तोहफा दिया. पुस्तक, खिलौने, बर्थडे कार्ड, कलम. ഗതിവിധി 5 संकेत पढ़ेയാണ്. ആ संकेत വായിച്ച് ആൻസർ ചെയ്യാനാണ്. चारा तलाशने के लिए प्राणियों का अपना तौर तरीका है. प्राणी अपने बच्चों की निगरानी खुद कर सकता है. पंख निकलने पर उड़ जाना चिड़ियों की सहज वृत्ति है. खतरे में मदद करे. संकेतों की सहायता से जीवों को जीने दो विषय पर टिप्पणी लिखे. അടുത്ത ക്വസ്റ്റ്യൻ സഹി വാക്യ ചുൻകർ ലിഖെ ആണ്. 2 എണ്ണത്തിൽ കറക്റ്റ് ആയത് എടുത്തെഴുതുക. गतिविधि 6 गंड पड़े प्रश्नों के उत्तर लिखे मान. नीनू 7वीं कक्षा में पढ़ती है. नीनू का जन्मदिन 16 दिसंबर 2024 को है. एक क्वेश्चन, नीनू को बधाई देते हुए बर्थडे कार्ड तैयार करें. അതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത് നീനു का जन्मदिन कब है. ആൻസർ की നോക്കാം നമുക്ക്. ഗതിവിധി ഫസ്റ്റിന്റെ ആൻസർ ആണ്. गर्मी का आना आंसर. बी क्वेश्चन आंसर बुक. सी क्वेश्चन आंसर गुफा से. गतिविधि 2 आंसर ആണ്. ഗതിവിധി 2 എ ക്വസ്റ്റ്യൻ ആൻസർ ചിടിയ. ബി ക്വസ്റ്റ്യൻ ആൻസർ 2 ഉണ്ട്.
चिड़िया तिनके से महल बनाती है, चिड़िया महल बनाकर ऊंची डालों पर लटकाती है. അടുത്തത് चिड़िया रानी खेतों से दाना और नदियों से पानी लाती है. ഈ എ ആശയവാലി പങ്ക്തിയമാണ്. അത് ഇതാണ്, खेतों से फिर दाना लाती, नदियों से भर लाती पानी. നെക്സ്റ്റ് വരുന്നത് വാർത്താലാപ് ഫില്ല് ചെയ്യാനാണ്. माँ गुडली इतनी भीगी क्यों? गुडली मैं और गुड्डू बरसी नालों में गेल रहे थे. माँ इस बारिश में क्या क्या गेले? गुडली हाँ माँ, पत्ते की नाव में मेढक, लाल काले कीड़े, केंचुए और झींडे को बिठाकर गेले. माँ फिर क्या हुआ? नाव पलटकर सब पानी में गिर गए. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുന്നു, ऐसा नहीं करना चाहिए था. गुडली क्यों माँ? माँ हमें जीव जंतुओं को परेशान नहीं करना चाहिए. ഈ ബ്ലാക്ക് ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സില്ലേ, ഇതാണ് കേട്ടോ ആ ഫില്ലപ്പ് വരേണ്ടത്. ബാക്കി ക്വസ്റ്റ്യനിലുണ്ട്, ഇതാണ് ആൻസറിൽ വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പത്തേക്ക് നാവാണ് ആൻസർ വരിക. നാവിനെ വിശേഷിപ്പിക്കുന്ന ശബ്ദം. गतिविधि 4 आंसर विनोद अंकल ने निम्मी को क्या तोहफा दिया? बर्थडे कार्ड ആണ് ആൻസർ വരിക. गतिविधि 5 ആൻസർ ആണ് जीवों को जीने दो ആണ്. ये विषय प्राकृतिक संतुलन और जीवन के अधिकार पर केंद्रित है. प्रत्येक प्राणी का अपना जीवन जीने का एक स्वाभाविक तरीका है. स्वाभाविक व्यवहार प्राणियों में चारा तलाशने, बच्चों की देखभाल करने और उड़ने चिड़ियों के लिए जैसे सहज वृत्तियों होती है. हस्तक्षेप से बचे मनुष्य को इन प्राकृतिक प्रक्रियाओं में अनावश्यक हस्तक्षेप नहीं करना चाहिए. सुरक्षा इसके बजाय हमें उन्हें प्राणियों की मदद करनी चाहिए जो खतरे में है, जिससे पारिस्थितिक तंत्र संतुलित रहने. इതുവരെയുള്ളൂ. द नैतिक जिम्मेदारी सभी जीवों को गरिमा और सुरक्षा के साथ जीने का अधिकार है. ഇവിടെ 7 जीने का अधिकार है എന്നും കൂടി ഉണ്ട് കേട്ടോ. नेक्स्ट सही वाक्य चुनकर लिखेമാണ്. जीवों का संरक्षण करना हमारा कर्तव्य है എന്നാണ്. അടുത്തത് ഗതിവിധി 6 ആണ്. നമുക്ക് ഗതിവിധി 6-ലുള്ളത് എന്താ? ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പ്രിയ സഹേലി നീനു, ജന്മദിൻ की हार्दिक शुभकामनाएं. 16 दिसंबर 2024. പ്യാർ കെ സാത്ത് തുമാരാ ദോസ്ത്. ഒരു പേര് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ പേര് നാം എഴുതിയാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നീനു കാ ജന്മദിൻ എപ്പോഴാണെന്നുള്ളതാണ്. നീനു കാ ജന്മദിൻ 16 दिसंबर 2024 കോ ഹെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ എക്സാമുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും ക്ലാസ്സുകളുണ്ട്, നന്നായി പഠിക്കാൻ ശ്രമിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുക. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.